So welcome to the econometric class. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് എക്കണോമെട്രിക്സിന്റെ കുറച്ച് MCQs ആണ്. നമ്മുടെ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനായാലും UGC നെക്സ്റ്റ് എക്സാമിനായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക്സ് ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു 20 MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം. തുടങ്ങാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ നമ്പർ ഓഫ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഇൻ എ സിമ്പിൾ റിഗ്രഷൻ ഈസ്. ഒരു സിമ്പിൾ റിഗ്രഷനിലെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് കേട്ടോ. സോ 1 ആണ് കറക്റ്റ് ആൻസർ. വേരിയൻസ് ഓഫ് ഇൻഫ്ലേഷൻ ഫാക്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് മൾട്ടി കോലീനിയാരിറ്റി. മൾട്ടി കോലീനിയാരിറ്റി ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേരിയൻസ് ഓഫ് ഇൻഫ്ലേഷൻ ഫാക്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഇഫ് ദ ഡർബിൻ വാട്സൺ ഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഈക്വൽ ടു 0 ദർ ഇസ്. ഡർബിൻ വാട്സൺ ഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഓട്ടോ കോറിലേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ അത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ ഉണ്ട് എന്നാണ്. സോ അത് 4 ആണ്, അപ്രോച്ചസ് ടു 4 ആണ് എങ്കിൽ നെഗറ്റീവ് ഓട്ടോ കോറിലേഷനും, 2 ആണെങ്കിൽ നോ ഓട്ടോ കോറിലേഷനും ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂവിനസ് ഇസ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ സ്ക്യൂവിനസ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് in a 2 variable regression, y is dependent variable and x is the independent variable, variable, the correlation coefficient between y and x is 0.8. For this, which of the following is correct എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കി നോക്കൂ, ഇവിടെ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റും ഇറ്റ്സ് അബൌട്ട് ദി ആർ സ്ക്വയർ. എന്താണ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ് അല്ലെ. ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ മെഷർ used for the goodness of fit in the regression line. Regression line goodness of fit മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് മെഷേഴ്സ് ദ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ വേരിയേഷൻ ഇൻ വൈ എക്സ്പ്ലെയിൻഡ് ബൈ എ റിഗ്രഷൻ മോഡൽ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആർ സ്ക്വയർ തന്നിട്ട് ദാറ്റ് ഇസ് 0.8. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ എത്രയായിരിക്കും? ദാറ്റ് ഇസ് 0.64 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിലോ ഏത് ഓപ്ഷനാണ് വരിക? 64% അല്ലേ? പെർസെൻറ്റേജ് വേരിയേഷൻ ആണ്, അപ്പോൾ 64% ആണ് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ആർ സ്ക്വയർ കോഫിഷ്യന്റ് ഡിറ്റർമിനേഷൻ ആയിട്ടുള്ള ആർ സ്ക്വയറിന് മെയിനായിട്ടും രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി, ദെൻ അടുത്തത് എന്താണ്? അതിന്റെ ആർ സ്ക്വയറിന്റെ ലിമിറ്റ് ആണ്. ദാറ്റ് ഇസ് ആർ സ്ക്വയർ ഇസ് less than or equal to 1 and greater than or equal to 0. ഇത് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് UI UJ equal to 0 when I naught is equal to J. It is termed as. So the correct answer is എന്താണ്? No auto correlation. എന്താണ് ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, given any two values x, any two x values xi and xj എടുത്തു കഴിഞ്ഞാൽ the auto correlation between any two ui, അതായത് ഡിസ്റ്റർബൻസ് ടേം ui and uj is 0. That is no auto correlation between the disturbances. ഇത് നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ ഒരു ബേസിക് അസംപ്ഷൻ ആണ്. സോ നോ ഓട്ടോ കോറിലേഷൻ. അത് വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഓട്ടോ കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. എക്കണോമെട്രിക് മോഡൽ ദ ബുക്ക് എക്കണോമെട്രിക് തിയറി വാസ് ഓതേർഡ് ബൈ ആർതർ ഗോൾബർഗർ ആണ്. Explanatory variable is also known as. Explanatory variable is also known. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. സോ ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾസിന് കുറെ പേരുകളുണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് നമ്മൾ പറയും, പ്രെഡിക്റ്റർ എന്ന് പറയും, റിഗ്രസർ എന്ന് പറയും, സ്റ്റിമുലസ് എന്ന് പറയും, എക്സോജനസ് എന്ന് പറയും, കോവേരിയേറ്റ് എന്ന് പറയും, കൺട്രോൾ വേരിയബിൾ എന്ന് പറയും. ഏതൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, പ്രെഡിക്റ്റർ, റിഗ്രസർ, സ്റ്റിമുലസ്, എക്സോജനസ് ആൻഡ് കോവേരിയന്റ്, കൺട്രോൾ വേരിയബിൾ. അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ്? എക്സ്പ്ലെയിൻഡ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, റെസ്പോൺസ് വേരിയബിൾ. ഇതൊക്കെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ മറ്റു പേരുകളാണ്. എക്സ്പ്ലെയിൻഡ് വേരിയബിൾ, പ്രെഡിക്റ്റന്റ്, അതുപോലെ റിഗ്രസന്റ്, റെസ്പോൺസ്, എൻഡോജനസ്, ഔട്ട്കം ആൻഡ് കൺട്രോൾഡ് വേരിയബിൾ. ഇതൊക്കെ എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻഡ് വേരിയബിൾ എന്ന് പറയും, പ്രെഡിക്റ്റന്റ് എന്ന് പറയും, റിഗ്രസന്റ് എന്ന് പറയും, റെസ്പോൺസ് എന്ന് പറയും,
എൻഡോജനസ് എന്ന് പറയും, ഔട്ട്കം എന്ന് പറയും, കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയും. അതേസമയം എക്സ്പ്ലനേറ്ററി വേരിയബിൾസിനെ ആണെങ്കിലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, പ്രെഡിക്റ്റർ, റിഗ്രസർ, സ്റ്റിമുലസ്, എക്സോജനസ്, കോവേരിയേറ്റ് ആൻഡ് കൺട്രോൾ വേരിയബിൾ. അത് പഠിച്ചു വെക്കാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ റിഗ്രസർ ആണ്. അടുത്തത് ദ അസംഷൻസ് ഓഫ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി വാസ് എക്സ്പ്രസ്ഡ് ആസ്. നമ്മൾ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻസ്, ഒരു അസംഷൻ പറഞ്ഞൂലേ, നോ ഓട്ടോ കോറിലേഷൻ. അതേപോലെ തന്നെ ഒരു അസംഷൻ ആണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി, അതായത് ഈക്വൽ വേരിയൻസ് ഓഫ് ദി എറർ ടേം. സോ അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ്. സിംബോളിക്കലി അത് എങ്ങനെ എഴുതാം നമുക്ക്? എക്സ്പെക്ടേഷൻ ഓഫ് ui സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഓക്കെ, ഇത് വയലേറ്റ് ചെയ്യുമ്പോൾ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആവും, അതായത് അൺഈക്വൽ സ്പ്രെഡ് ഓർ അൺഈക്വൽ വേരിയൻസ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് വൺ ഫ്രം ദ ഫോളോയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്, ആർ സ്ക്വയറിന്റെ വില മീൻസ് ആർ സ്ക്വയറിന്റെ ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 0. ആർ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദ നെയിം എക്കണോമെട്രിക്സ് വാസ് കോയിൻഡ് ബൈ റാഗ്നർ ഫിഷ് ആണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദി ഫോളോയിങ്. ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ആർ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? ആർ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ESS/TSS. അപ്പോ സി ആണ് നമ്മുടെ ഓപ്ഷൻ. എന്താണ്? എക്സ്പ്ലെയിൻ ദ സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ സം ഓഫ് സ്ക്വയർ. എങ്ങനെയാണ് ESS കണ്ടുപിടിക്കുന്നത്? സമ്മേഷൻ YI ക്യാപ് മൈനസ് y ബാർ ഹോൾ സ്ക്വയർ ആണ്. TSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ YI മൈനസ് y ബാർ ഹോൾ സ്ക്വയർ ആണ്. സോ ESS ഡിവൈഡഡ് ബൈ TSS ആണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഗ്രസർ ഇസ് ഓൾസോ നോൺ ആസ്, നമ്മൾ പറഞ്ഞു എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ് അല്ലെ. റിഗ്രസന്റ് ഏതാണ്? ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എക്സ്പ്ലെയിൻഡ് വേരിയബിൾ, റെസ്പോൺസ് വേരിയബിൾ ഒക്കെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ മറ്റൊരു പേരാണ്. ദ കോമ്പിനേഷൻ ഓഫ് ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷൻ ഡേറ്റ. ക്രോസ് സെക്ഷൻ ഡേറ്റ, ടൈം സീരീസ് ഡേറ്റയുടെയും അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഡേറ്റയുടെയും കോമ്പിനേഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഏതാണ് കറക്റ്റ് ആൻസർ വന്നിട്ട്? പാനൽ ഡേറ്റ ആണ് കേട്ടോ. ഇവിടെ പൂൾഡ് ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂൾഡ് ഡേറ്റ ആയിരിക്കും ആൻസർ വരിക. അതായത് ഈ പാനൽ ഡേറ്റ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൂൾഡ് ഡേറ്റയാണ്. അപ്പൊ ക്രോസ് സെക്ഷൻ ഡാറ്റയും അതുപോലെ തന്നെ നമ്മളുടെ പാനൽ ഡേറ്റയും ടൈം സീരീസ് ഡാറ്റയും ക്രോസ് സെക്ഷൻ ഡാറ്റയും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പാനൽ ഡേറ്റ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോബ്ലം ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വാസ് എക്സ്പ്രസ്ഡ്. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമോസ്കെഡാസ്റ്റിസിറ്റി അല്ലെ. ഇപ്പൊ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വരുമ്പോ സിംബോളിക്കലി അത് ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് ui സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ i സ്ക്വയർ. ശ്രദ്ധിക്കാം, ഇവിടെ i സ്ക്വയർ ആണെങ്കിൽ എന്താണ്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. സിഗ്മ സ്ക്വയർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഹോമോസ്കെഡാസ്റ്റിസിറ്റിയുമാണ്. ഓക്കെ, ദ പ്രോപ്പർട്ടി ഓഫ് ആൻ എസ്റ്റിമേറ്റർ β1 cap. എക്സ്പെക്ടേഷൻ ഓഫ് β1 cap is equal to ബീറ്റ cap എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ടേംഡ് ആസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റർ നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. സോ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിലെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള β1 β2 ഒക്കെ വാല്യൂസ്, അതായത് OLS എസ്റ്റിമേറ്റർ ആയിട്ടുള്ള β2 ക്യാപ്പിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് എന്തെന്ന് പറയുന്നത് ഗോസ് മാർക്കോവ് തിയറത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ പ്രോപ്പർട്ടീസ് കണ്ടെയ്ൻ ദ വെൽ-നോൺ ഗോസ് മാർക്കോവ് തിയറം ഈസ് ബ്ലൂ എന്ന് വെച്ചാൽ ബെസ്റ്റ് ലീനിയർ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ. അതാണ് നമ്മുടെ ഗോസ് മാർക്കോവ് തിയറം ബ്ലൂ, BL
UE. ഓക്കെ, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അതായത് നമ്മുടെ ലീനിയർ എന്ന് ഇൻ ദ മീൻസ് ദാറ്റ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആയിരിക്കണം. ഏത്? നമ്മളുടെ β2k. സോ it is unbiased. Unbiased in the sense it is the average of expected value. Means it is the average or expected value that is equal to the true value of β2. അതാണ് unbiasedness. Then minimum variance. Variance minimum ആയിരിക്കണം. അതിന് എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് unbiasedness ആണ്. The standard deviation of a sample distribution of an estimator is standard error. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്നും അതിനെ വിളിക്കും. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ റിഗ്രഷൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേഷൻ. സാമ്പിൾ ഡിസ്ട്രിബ്യൂഷന്റെ എസ്റ്റിമേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർക്ക് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് പാർക്ക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. ഓക്കെ, ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഡിറ്റക്ട് ചെയ്യാനാണ് പാർക്ക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഇഫ് ദ വാല്യൂ ഓഫ് ഡർബിൻ വാട്സൺ ഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഈക്വൽ ടു 2, വാല്യൂ ഓഫ് കോഫിഷ്യന്റ് ഓഫ് ഓട്ടോകോറിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 ആണ് അല്ലെ. 4 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? നെഗറ്റീവ് ഓട്ടോകോറിലേഷനും approaches to negative autocorrelation. It approaches to 0 ആണ് എങ്കിൽ പോസിറ്റീവ് ഓട്ടോകോറിലേഷനും, അത് 2 ആണ് എങ്കിൽ 0 ഓട്ടോകോറിലേഷനോ ഓട്ടോകോറിലേഷനോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ് expectation of ui uj not equal to 0 when I is not equal to j is termed as. എന്താണ്? ഓട്ടോ കോറിലേഷൻ അല്ലേ? ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ് എങ്കിൽ ഓട്ടോ കോറിലേഷൻ, ഈക്വൽ ടു 0 ആണെങ്കിൽ ഓട്ടോ കോറിലേഷൻ ആണ്. ഓക്കെ, സോ താങ്ക് യു. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 MCQs ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതില് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മള് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ചോദിക്കുക, മറിച്ചും തിരിച്ചൊക്കെയാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുക. സോ താങ്ക് യു.